ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യക്ക് കിരീടം. 4 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. ഓപ്പണർ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യയുടെ ജയം. 252 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യ 6 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ഇന്ത്യയുടെ ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ 3ാം കിരീട നേട്ടമാണിത്. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ഏകദിന കിരീടം കൂടിയാണിത്. ആവേശോജ്വലമായ മത്സരത്തിന്റെ വിശേഷങ്ങളുമായി ദുബായിൽ നിന്ന് ശ്രീരാജ് കൈമളും ചേരുന്നുണ്ട്. കളിച്ച മത്സരങ്ങളെല്ലാം ജയിച്ച് ഫൈനലിലെത്തി ഇന്ത്യ ആധികാരികമായ ജയം ന്യൂസിലൻഡിനെതിരെ നേടിയിരിക്കുകയാണ്. 4 വിക്കറ്റിൻ്റെ ആധികാരിക ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം നിറഞ്ഞൊരു സായാഹ്നമായിരുന്നു ദുബായിലേത്. ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യൻ ആരാധകരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നു. 25,000-ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിൽ നിറയെ ഇന്ത്യൻ ആരാധകർ തന്നെയായിരുന്നു എന്ന് പറയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആധികാരികമായിരുന്നു ജയം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ബൗളിംഗ് ആയിക്കോട്ടെ, ഫീൽഡിംഗ് ആയിക്കോട്ടെ, ബാറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ഭംഗിയായി തന്നെ അവരുടെ റോൾ നിർവഹിച്ചു. രോഹിത് ശർമ്മ 76 റൺസ് എടുത്ത് ഔട്ടായി. രോഹിത് ശർമ്മയും ശുഭമാൻ ഗില്ലും കൂടി ചേർന്നിട്ട് വളരെ മികച്ചൊരു തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. വിരാട് കോഹ്ലിക്ക് ഒരു റൺ മാത്രമാണ് എടുക്കാനായത് എന്നുള്ളതാണ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കിയൊരു കാര്യം. പക്ഷേ തൊട്ടു പിറകെ വന്ന ബാറ്റ്സ്മാൻമാരെല്ലാവരും അവരുടെ റോൾ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു. നമുക്കറിയാം ദുബായിലേക്ക് പിച്ചിനെ സംബന്ധിച്ചിടത്തോളം ടോസിന് വളരെ നിർണായകമായ ഒരു സ്വാധീനമുള്ളൊരു പിച്ചാണ്. ടോസ് ഒരിക്കലും ഇന്ത്യ കളിച്ച ഒരു കളിയിലും ഇന്ത്യ ടോസ് നേടിയിട്ടില്ല. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 200-250 മേളിലുള്ള റൺസ് എന്ന് പറയുന്നത് ചേസ് ചെയ്യാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുള്ളൊരു റണ്ണാണ്. എങ്കിൽ പോലും വളരെ ആധികാരികമായ വളരെ ഉജ്ജ്വലമായൊരു ജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.